So, in this video, I'm going to explain what is a user flow. എന്താണ് യൂസർ ഫ്ലോ എന്നുള്ളത് റൈറ്റ്. ഞാൻ പല ഡിസൈനേഴ്സും യൂസർ ഫ്ലോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും ഫണ്ടമെൻ്റലി എന്തിനാണ് യൂസർ ഫ്ലോ ചെയ്യണത്, വൈ ഡു വി ഡു ഇറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ലാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് റൈറ്റ്. ദേ ഓൾ ഡു യൂസർ ഫ്ലോ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, ബട്ട് ദേ ഹാവ് ദി കൺഫ്യൂഷൻ, ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു വൈ നമ്മൾ എന്തിനാണ് ഫസ്റ്റ് പ്ലേസ് യൂസർ ഫ്ലോ ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ എം മേക്കിംഗ് ദിസ് വീഡിയോ റൈറ്റ്. അത് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, ബിക്കോസ് നമുക്ക് കുറേ എഫക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് believe me, end of this video tutorial you will get deep knowledge, right? So that user flow നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് when you guys are applying user flow in your work, നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് റൈറ്റ് മെത്തേഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇംപ്രൂവ്സ് യുവർ വർക്ക് കരിയർ ആൻഡ് എവറിത്തിങ്. ആൻഡ് ബിഗിനേഴ്സ് ആണെങ്കിലും യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ, വിൽ ഗെറ്റ് പ്രിറ്റി മച്ച് ഐഡിയ റൈറ്റ്. സോ എന്താണ് യൂസർ ഫ്ലോ എന്നുള്ളത് റൈറ്റ്. ലെറ്റ്സ് ടോക്ക് എന്താണ് യൂസർ ഫ്ലോ. യൂസർ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി എ വിഷ്വൽ മാപ്പ് ഓഫ് വാട്ട് യൂസർ വിൽ ബി ഡൂയിങ് റൈറ്റ്. ഒരു യൂസർ എടുക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു പാത്ത് ഉണ്ടല്ലോ, അതിനാണ് യൂസർ ഫ്ലോ എന്ന് പറയുന്നത്. കീ പോയിൻ്റ് എന്താ വെച്ചാൽ നമ്മൾ ഗോൾ ബേസ്ഡിലാണ് യൂസർ ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ വെനസേ പ്രൊഡക്റ്റ് ആപ്പ് വെബ്സൈറ്റ് ലെറ്റ്സേ ഒരു പ്രൊഡക്റ്റ് ലെറ്റ്സ് ഊബർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് മൾട്ടിപ്പിൾ ഗോൾസ് ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ ഊബർ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും, എനിക്ക് അടുത്ത് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് ടാക്സി വിളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും റൈറ്റ്. ഇറ്റ് ക്യാൻ ബി ഫോർ ദാറ്റ് റൈറ്റ്. Or I need to check prices, right? Or I need to check any other thing, right? Things like that. ഞാൻ ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യുന്നത് ബ്രൗസ് ചെയ്യാൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ മേടിക്കാനും യൂസ് ചെയ്യും. യൂസ് ഗൂഗിൾ പേ ഫോർ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യാൻ. സോ ആസ് എ യൂസർ നമുക്ക് സെർട്ടൻ ഗോൾസ്, ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ യൂസർ ഫ്ലോ സെറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ യൂസർ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ദ വിഷ്വൽ മാപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിഷ്വലൈസേഷൻ ഓഫ് ഒരു ഗോൾ. യൂസർക്കുള്ള ഒരു ഗോളിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിഷ്വലൈസേഷനാണ്. യൂസർ ആദ്യം എന്താ ചെയ്യണത്, പിന്നെ എന്താ ചെയ്യണത്, അങ്ങനത്തെ ഒരു വിഷ്വലൈസേഷനാണ് യൂസർ ഫ്ലോ എന്ന് പറയുന്നത് റൈറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഫ്രം എൻട്രി ടു സക്സസ് വാട്ട് ഡസ് ദി യൂസർ ഡു. എൻട്രി എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ് ക്യാൻ ബി ഹോം പേജ് ഓഫ് എൻ ആപ്പ്, അല്ലെങ്കിൽ ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് ആ ലിങ്ക് ത്രൂ കയറുകയാണ്. സോ എൻട്രി റൈറ്റ്. എൻട്രി പോയിന്റ് ഡിഫറെൻറ്റ് ഉണ്ടാവും. ഇമെയിലിൽ വരുന്ന ഒരു മെസ്സേജ് ആണെങ്കിൽ അത് ത്രൂ റൈറ്റ്. തിങ്ക് ഓഫ് ഡുവോലിംഗോ ചിലപ്പോൾ ഇമെയിൽ ത്രൂ മെസ്സേജ് ഇടാറുണ്ട്. സോ ആ ടാപ്പ് ചെയ്താൽ ആ ഇമെയിൽ ത്രൂ ആയിരിക്കും നമ്മൾ പോവുക. ബട്ട് ലൈക്ക് വാട്ട് എവർ എൻട്രി ടു ഒരു സക്സസ് പോയിൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ യൂസർക്ക് ഇന്ന ഗോൾ അച്ചീവ് ചെയ്യണമെന്നൊരു ഇതുണ്ടാവും. അവിടെ വരെയുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റെപ്സ് ആണ് റൈറ്റ് സക്സസ്. അതിൻ്റെ ഒരു വിഷ്വൽ ഫ്ലോ ആണ് എന്ത് യൂസർ ഫ്ലോ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഈ ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ചാൽ മതി. ഫ്രം എൻട്രി ടു സക്സസ് വാട്ട് ഡസ് ദി യൂസർ ഡു, അതാണ് നമ്മൾ മാപ്പ് ഔട്ട് ചെയ്യേണ്ടത് യൂസർ ഫ്ലോയിൽ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ആൻഡ് ദി സെക്കൻഡ് തിങ് ഈസ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ യൂസർ ഫ്ലോ റൈറ്റ് മെത്തേഡ് ചെയ്യേണ്ടത്, നമ്മൾ മടിച്ച് ഒരു ലേസി രീതിയിൽ എന്തുകൊണ്ട് നമ്മൾ ചെയ്യരുത് എന്നുള്ള കാര്യമാണിപ്പം പറയാൻ പോകുന്നത്. ഓക്കെ, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് യൂസർ ഫ്ലോ സെറ്റ് ചെയ്യുമ്പം നമ്മൾ ചെയ്ത ഡിസൈൻ യൂസേഴ്സിൻ്റെ ഗോൾ ബേസ്ഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും, നോട്ട് ജസ്റ്റ് സ്ക്രീനായിട്ട് മാത്രമല്ല. കാരണം നമുക്കറിയാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്താ ജസ്റ്റ് സ്ക്രീൻസ് മാത്രമല്ല എൻഡ് ഓഫ് ദി ഡേ. ദാറ്റ് ഈസ് എന്താ സംതിങ് വിച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് യൂസേഴ്സ് റൈറ്റ്. അവർക്ക് പെർട്ടിക്കുലർ ഗോൾ ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുമ്പോൾ അത് അലൈൻഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, ജസ്റ്റ് റാൻഡംലി ചെയ്തിട്ട് കാര്യമില്ല. സോ വെൻ വി ആർ സെറ്റിംഗ് യൂസർ ഫ്ലോ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് യൂസർ ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ ക്ലാരിഫൈസ് ദി കംപ്ലീറ്റ് ജേർണി ഫ്രം എൻട്രി ടു സക്സസ്. ഒരു യൂസർ സ്റ്റാർട്ടിങ് മുതൽ ഒരു ഉദ്ദേശം നടക്കുന്നത് വരെയുള്ള എൻട്രി മുതൽ എന്താ സക്സസ് വരെയുള്ള പോയിൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും റൈറ്റ്. ദാറ്റ് വിൽ ഗെറ്റ് ക്ലാരിറ്റി നമുക്ക്. ദെൻ കൺഫ്യൂഷനും കോഗ്നേറ്റീവ് ലോഡും കുറയ്ക്കും. കൺഫ്യൂഷൻ എന്താ ചെയ്യേണ്ടത്, ഇതെന്താ സംഭവം അറിയാത്ത കേസ്. കോഗ്നേറ്റീവ് ലോഡ് എന്ന് പറയുന്നത് ദി എമൗണ്ട് ഓഫ് മെൻ്റൽ സ്ട്രെസ് എ യൂസർ ടേക്സ് ടു ഡു എ ടാസ്ക്. അതായത് എനിക്കിപ്പോൾ ഊബറിൽ ഡ്രൈവ് ബുക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് മെൻ്റൽ സ്ട്രെസ്, ഒരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പോലെയാണെങ്കിൽ ഐ മൈ ഡ്രോപ്പ് ഇറ്റ് റൈറ്റ്. അപ്പോൾ എത്രത്തോളം മെൻ്റൽ സ്ട്രെസ് കൂടുന്നോ അത്രത്തോളം കോഗ്നേറ്റീവ് ലോഡ് കുറയും. എത്രത്തോളം മെൻ്റൽ സ്ട്രെസ് കുറയുന്നോ അല്ലെങ്കിൽ വേണ്ടാത്ത എഫേർട്ട് കുറയുന്നോ അത്രത്തോളം കോഗ്നേറ്റീവ് ലോഡ് കുറയും. സോ കോഗ്നേറ്റീവ് ലോഡ് കുറയ്ക്കാനും നമുക്ക് യൂസർ ഫ്ലോ ഹെൽപ്പ് ചെയ്യും. ദെൻ റിമൂവ്സ് അൺനെസസറി സ്റ്റെപ്സ് ആൻഡ് ഫ്രിക്ഷൻ. ചിലപ്പം ചില സ്റ്റെപ്സൊക്കെ അൺനെസസറി ആയിരിക്കും, അത് കണ്ടുപിടിക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ദെൻ ഹെൽപ്സ് ഐഡൻറ്റിഫൈ UX ഗ്യാപ്സ് ഏർലി. യൂസർ എക്സ്പീരിയൻസിലുള്ള ഗ്യാപ്സ് നമുക്ക് ഏർലി തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആക്ച്വലി സ്ക്രീൻസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ അറിയുന്നതെങ്കിൽ
അത് പിന്നെയും നമ്മൾ ബാക്ക് ആൻഡ് ഫോർത്ത് പോട്ടെ. സോ നമുക്ക് ആദ്യം തന്നെ ഗ്യാപ്സ് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അലൈൻ ഡിസൈനേഴ്സ്, ഡെവലപ്പേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമുക്കറിയാം നമ്മളൊരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ കൂടെ വർക്ക് ചെയ്യാൻ വേറെ ഡിസൈനേഴ്സ് ഉണ്ടാവും, വേറെ ഡെവലപ്പേഴ്സ് ഉണ്ടാവും, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ ഷെയർ വിത്ത് ടീം, വി ക്യാൻ ഷെയർ വിത്ത് ഡെവലപ്പേഴ്സ്. ഹേ, ഞാനിത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, വാട്ട് ഡു യു തിങ്ക്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്കലി എല്ലാവരെയും അലൈൻഡ് ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്. ദെൻ ഇംപ്രൂവ് കംപ്ലീഷൻ ആൻഡ് കൺവേർഷൻ റേറ്റ്സ്. ഒരു ടാസ്ക് ഒരു യൂസർ കംപ്ലീറ്റ് ചെയ്യാനുള്ള റേറ്റ്സ് കൂട്ടാൻ പറ്റും. കൺവേർഷൻ റേറ്റ്സ് എന്ന് പറയുമ്പോൾ കൺവേർഷൻ, ഇപ്പം ഒരു പ്രൊഡക്റ്റിന് ഒരു ബിസിനസ് ഗോൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഒരു ടീ-ഷർട്ട് മേടിക്കാൻ പോകുകയാണെങ്കിൽ ഞാനത് മേടിച്ചാൽ മാത്രമാണ് അവർക്ക് ഒരു കൺവേർഷൻ ഉണ്ടാവുക, ഒരു കസ്റ്റമർ പെയ്ഡ് കസ്റ്റമർ കിട്ടുക. അപ്പോൾ അതിൻ്റെ കൺവേർഷൻ, റൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പീരിയൻസ് നാച്ചുറലും എഫോർട്ട്ലെസ്സും ആക്കാൻ പറ്റും. എഫോർട്ട്ലെസ് മീൻസ് കുറച്ചും കൂടി സിമ്പിളാക്കാൻ പറ്റും. എല്ലാ സംഭവം നമുക്ക് സിമ്പിളാക്കാൻ പറ്റില്ല. ദർ ആർ തിങ്സ് വിച്ച് വി നീഡ് ടു കീപ്പ് ടഫായിട്ട് തന്നെ. പക്ഷേ നമുക്കത് എഫോർട്ട്ലെസ് ആക്കാൻ പറ്റും, എഫോർട്ട്ലെസ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും. നല്ല സ്റ്റെപ്സ് കാര്യങ്ങൾ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസർ ഫ്ലോ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചില ടേംസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ലോഡ്, ഇതൊക്കെ സെപ്പറേറ്റ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. യു ഗൈസ് ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് ഓൺ ഹൗ വി ക്യാൻ ആക്ച്വലി കിക്ക് സ്റ്റാർട്ട് യൂസർ ഫ്ലോ സെറ്റ് ചെയ്യുന്നത്. സോ സ്റ്റെപ്സ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് യു നോ വി നീഡ് ടു സ്റ്റാർട്ട് വിത്ത് വൺ ക്ലിയർ ഗോൾ. നമ്മൾ വൺ ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യണം, റൈറ്റ്. കീപ്പ് ഇൻ മൈൻഡ്, ഇറ്റ്സ് നോട്ട് ഫീച്ചേഴ്സ്, ഇറ്റ്സ് നോട്ട് സ്ക്രീൻസ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് UI. ക്ലിയർ ആയിട്ടുള്ള ഗോളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സ്ക്രീനും ഫീച്ചറും കാര്യങ്ങളൊന്നും ആലോചിക്കരുത്. ഓക്കെ, സോ I have given the example. Ask this question. What is the user trying to achieve? എക്സാമ്പിൾ അത് മേ ബി ഒരു കോഴ്സ് മേടിക്കാനാവാം, അല്ലെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്യാനാവാം, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനാവാം, പാസ്വേഡ് റീസെറ്റ് ചെയ്യാനാവാം. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഗോളായിരിക്കും. സോ പിക്ക് വൺ ഗോൾ. ഓക്കെ, ആൻഡ് ഈ ഗോൾ ബേസ്ഡ് ആക്കുമ്പോഴാണ് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഇത് കിട്ടുക. ഗോൾ ബേസ്ഡ് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് എന്താണ് അൺക്ലിയർ ആയിട്ടുള്ള ഫ്ലോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക. സോ പിക്ക് വൺ ഗോൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. പിക്ക് വൺ ഗോൾ. ഫീച്ചറോ അല്ലെങ്കിൽ സ്ക്രീൻസോ അതൊന്നും ആലോചിക്കാണ്ട് ഒരു ഗോൾ മാത്രം ചൂസ് ചെയ്യാം. സെക്കൻഡ് തിങ് ഈസ് ഡിഫൈൻ ദി സ്റ്റാർട്ട് പോയിന്റ്. നമ്മൾ യൂസർ ഒരു പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ഇറ്റ് ക്യാൻ ബി മൾട്ടിപ്പിൾ തിങ്സ്. മേ ബി ലാൻഡിങ് പേജ് ആയിരിക്കും, അല്ലെങ്കിൽ ആപ്പിൻ്റെ ഹോം പേജ് ആയിരിക്കും, ഇമെയിൽ ലിങ്ക് ആയിരിക്കും, നോട്ടിഫിക്കേഷൻ ആയിരിക്കും, ഡയറക്റ്റ് ഡീപ്പ് ലിങ്ക് ആയിരിക്കും, എനിത്തിങ് ആയിരിക്കും, റൈറ്റ്. സെയിം ഗോളാണ്, ബട്ട് മൾട്ടിപ്പിൾ രീതിയിൽ ആൾക്ക് കയറാൻ പറ്റും. എൻട്രി പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ ഫസ്റ്റ് ഡോർ കിട്ടും, റൈറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിലൊരു ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിൽ എൻ്റെ ഫ്രണ്ട് അയച്ച ലിങ്ക് ത്രൂവും കയറാൻ പറ്റും, എനിക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഹോം പേജ് ത്രൂ കയറാൻ പറ്റും, ഫ്ലിപ്കാർട്ട് എനിക്ക് ഇമെയിൽ ത്രൂ ഒരു പ്രൊമോഷൻ മെസ്സേജ് തരാണെങ്കിൽ അത് ത്രൂവും കയറാൻ പറ്റും. ബട്ട് ഗോൾ സെയിം ആണ്, എനിക്കത് മേടിക്കണം എന്നുള്ളത്, റൈറ്റ്. സോ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇഫ് നമുക്ക് കുറേ എൻട്രി പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്. സോ ഡോണ്ട് തിങ്ക് ഓഫ് എനി കുറേ മൾട്ടിപ്പിൾ എൻട്രി പോയിൻറ്റ്സ് ഉണ്ടാവും. ചൂസ് വൺ സ്റ്റാർട്ട്. ഇപ്പം നമുക്ക് ഒന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, കുറച്ച് കൺട്രോളായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അവൾ ലെറ്റ് യു നോ കുറേ മൾട്ടിപ്പിൾ ആയിട്ട് എൻട്രി പോയിൻറ്റ്സ് ഉണ്ടാകുമ്പോൾ എങ്ങനെ അത് സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ദീസ് ആർ ദി ടു തിങ്സ് വിച്ച് വി നീഡ് ടു സ്റ്റാർട്ട് setting user flow. I will go back again. First thing, start with one clear goal. Feature or screen ഒന്നും ആലോചിക്കരുത്, ജസ്റ്റ് ഒരു ഗോൾ സെലക്ട് ചെയ്യുക. സെക്കൻഡ് തിങ് എന്താ വെച്ചാൽ എൻട്രി പോയിൻ്റ് എന്നുള്ളത്. ഇതിലൂടെ വരുന്ന ലാൻഡിങ് പേജ് ആണോ, ആപ്പ് ഹോം ആണോ, അല്ലെങ്കിൽ ഇമെയിൽ ലിങ്ക് ആണോ, ജസ്റ്റ് സെലക്ട് എനി ഓഫ് ഇറ്റ്, റൈറ്റ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗോളിൻ്റെ കേസ് പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസർ ട്രൈങ് ടു അച്ചീവ്, അതിൻ്റെ ബേസിലായിരിക്കണം ഒരു ഗോൾ എടുക്കാൻ വേണ്ടിയിട്ട്, റൈറ്റ്. ഓക്കെ, സോ ടു ഷോ ഐ ഹാവ് സംതിങ്. നമ്മൾ യൂസർ ഫ്ലോ സെറ്റ് ചെയ്യുക. ബേസിക്കലി നിങ്ങൾ യൂസർ ഫ്ലോ ജസ്റ്റ് സെർച്ച് ഓൺ ഗൂഗിൾ വാട്ട് ഈസ് യൂസർ ഫ്ലോ, കുറേ ഇമേജസ് കിട്ടും. ഇപ്പോൾ കുറേ ബ്രാഞ്ചസ് ഇങ്ങനെ ഫ്ലോ ഷേപ്സ് വെച്ചിട്ട് കുറേ ബ്രാഞ്ചസ് ആണ്. സോ ഈ ഷേപ്സ് ഒക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ഷേപ്സ് വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യാൻ പോണത്, യൂസർ ഫ്ലോ സെറ്റ് ചെയ്യാൻ പോണത്. സോ ഈ പറയുന്ന ഓവൽ ഷേപ്പ് ഉണ്ടല്ലോ, ഓവൽ ഷേപ്പ് വി വിൽ യൂസ് ഫോർ മാപ്പിംഗ് എൻട്രി പോയിന്റ്. Okay, the rectangle sort of thing we will use it for mentioning പേജ്, അല്ലെങ്കിൽ ഇന്ന പേജിലാണ് എത്തിയത് യൂസർ, ഇന്ന സ്ക്രീനിലാണ് എത്തിയതെന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് വിൽ യൂസ് ഇറ്റ് ഫോർ ഡിസിഷൻ. യൂസർ എന്ത് ഡിസിഷനാണ് അവിടെ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഡിലീറ്റിംഗ്, അല്ലെങ്കിൽ ക്ലിക്കിംഗ്, ഡൂയിങ് പേയ്മെൻറ്റ്, സംതിങ് ലൈക്ക് ദ ഡിസിഷൻ.
Then we have diamond, right? Diamond, wait a second, there is a small change. This is for action, not decision. Action like doing payment, അല്ലെങ്കിൽ doing some sort of action which creates another action, something like that. Okay, keep in mind. Then we have in the diamond. So diamond is mainly for choosing a decision, a decision point, right? Choosing a decision. അതായത് നമ്മൾ സെർട്ടൻ കാര്യങ്ങൾ ചെയ്യുമ്പം വി വിൽ ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഫോർ എക്സാമ്പിൾ എന്താ ഇപ്പം ഇഫ് ഐം ബൈയിങ് എ കോഴ്സ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓൺലൈനിൽ ഒരു ടീഷർട്ട് മേടിക്കുകയാണെങ്കിൽ വെൻ ഐം ക്ലിക്കിങ് ബൈ നൗ ഐ വിൽ ഗെറ്റ് 2 ഓപ്ഷൻസ്. ഇപ്പം ഞാൻ ലോഗിൻഡ് അല്ലാത്തൊരു യൂസറാണ് വിചാരിച്ചോ, അത് പറയില്ലേ ലോഗിൻ ചെയ്യണം എന്ന് പറയും, റൈറ്റ്? അല്ലെങ്കിൽ ഐ ക്യാൻ ഗോ സ്ട്രേറ്റ് ടു ദി പേയ്മെൻറ്റ് സെക്ഷൻ. സോ ഐ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ ദർ, റൈറ്റ്? അപ്പോൾ ഒരേ ചെക്ക് പോയിന്റിൽ 2 ഓപ്ഷൻസ് വരുമ്പം ഏത് ഡിസിഷൻ എടുക്കണമെന്ന് യൂസർ നമ്മൾ നീഡ് ടു ഗെറ്റ് ക്ലാരിറ്റി, ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്, റൈറ്റ്? അപ്പോൾ യൂസർ ഫ്ലോ സെറ്റ് ചെയ്യുമ്പോൾ ലെറ്റ്സ് ഒരു സെർട്ടൈൻ ഏരിയയിൽ യൂസർ എത്തുമ്പം ദർ ആർ 2 ബ്രാഞ്ചസ്, റൈറ്റ്? 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ എങ്ങോട്ടൊക്കെ പോവുക, വേറെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ എങ്ങോട്ടൊക്കെ പോകുമെന്ന് നമ്മൾ മാപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയമണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് യൂസ് ചെയ്യുമ്പം ഇത് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. ലെറ്റ് മീ ചേഞ്ച് this, choosing a decision. Okay, or we can call in the decision point എന്നും maybe വേണമെങ്കിൽ പറയാം. we can call it as decision point as well. Okay, ഈ ഷേപ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. Okay, to show the example I will take a goal from this. Okay, I will take in the submit assignment എന്ന് പറയുന്ന ഒരു ഗോളാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, സബ്മിറ്റ് അസൈൻമെൻറ്റ്. സോ ദി ഗോൾ എന്താണ്? അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. സോ ഇമാജിൻ അതൊരു ടീച്ചേഴ്സും സ്റ്റുഡൻസും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് വിചാരിച്ചോ. അതിൽ ഞാൻ സെലക്ട് ചെയ്ത ഗോൾ ഈസ് ടു ദി ഗോൾ ഈസ് ടു സബ്മിറ്റ് അസൈൻമെൻറ്റ്. ദി ഗോൾ ഈസ് ടു സബ്മിറ്റ് assignment, right? This is the goal. This is the ഞാൻ മൗസ് പാഡ് യൂസ് ചെയ്യണം, റൈറ്റ്? ദിസ് ഈസ് ദി ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോളിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു സെറ്റ് ദി യൂസർ ഫ്ലോ യൂസിങ് ദീസ് ഷേപ്സ്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് വി നീഡ് ടു മാപ്പ് ഔട്ട് എൻട്രി. നമ്മൾ ഗോൾ സെലക്ട് ചെയ്തു. നൗ വി നീഡ് ടു മാപ്പ് ഔട്ട് എൻട്രി പോയിന്റ്. ഫോർ നൗ ഐം ജസ്റ്റ് ഈവൻ ദോ വിൽ ഹാവ് ലൈക്ക് മൾട്ടിപ്പിൾ എൻട്രി പോയിൻറ്റ്സ്. ഇപ്പോൾ റൈറ്റ് ഡൗൺ ചെയ്യുന്നേ ഉള്ളൂ. ചെയ്യുമ്പോൾ നമ്മൾ ഒരു എൻട്രി പോയിൻ്റ് എടുത്ത് ചെയ്യുന്നുള്ളൂ. മൾട്ടിപ്പിൾ വരുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഐ വിൽ ലെറ്റ് യു ഗൈസ് നോ at the last. Okay, so we need to list down all the possible entry points first. So entry points ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്യുന്ന രീതിയിൽ വരുമ്പോൾ എൻട്രി പോയിൻറ്റ്സ് ഇറ്റ് ക്യാൻ ബി ത്രൂ ഹോം പേജ്, ഇറ്റ് ക്യാൻ ബി ത്രൂ ലിങ്ക്സ്, റൈറ്റ്? ടീച്ചർ ലിങ്ക് അയച്ചിരുന്നു സബ്മിറ്റ് ചെയ്യാൻ. ഇറ്റ് ക്യാൻ ബി ത്രൂ ലിങ്ക്സ്, ഇറ്റ് ക്യാൻ ബി ത്രൂ നോട്ടിഫിക്കേഷൻസ്, റൈറ്റ്? ഹോം ലൈക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വരുവാണ്. സോ നോട്ടിഫിക്കേഷൻ. സോ ദീസ് ആർ ദി എൻട്രി പോയിൻറ്റ്സ്. സോ നമ്മളത് മാപ്പ് ഔട്ട് ചെയ്തു. സോ ഇതിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ലൈക്ക് എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഹോം പേജാണ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു യൂസ് ദീസ് സ്റ്റെപ്സ്. ഐ എം ഗോയിങ് ടു ടേക്ക് ഇൻ ദ ഡ്യൂപ്ലിക്കേറ്റ് ഓർ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് കുറേ ഷേപ്സ് കിട്ടും, അവിടെ നിർത്താൽ മതി. I will just change the color because mainly same color ആണല്ലോ. Keep something like this. Okay, entry point എന്ന് പറയുന്നത് എന്താ? It's basically home page. Going to write home page. Home page ആണ് എൻട്രി പോയിൻ്റ് എന്ന് ഉള്ളത്. ഈ ഷേപ്പ് വെച്ച് ചെയ്തു. ഓക്കെ, സോ ഇഫ് ഐ ടാപ്പ് എനിക്കിവിടെ ഒരു റൗണ്ട് സർക്കിൾ, ഒരു ക്യൂ കിട്ടും, ഒരു ട്രിഗർ സോർട്ട് ഓഫ് സംഭവം കിട്ടും. അത് ഞാനിങ്ങനെ ബ്രാഞ്ച് ചെയ്ത് അതിങ്ങനെ പോകും, റൈറ്റ്? അതെനിക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ ഓവൽ ഷേപ്പ് മാറ്റിയിട്ട് എനിക്ക് സ്ക്വയർ ആക്കണമെങ്കിൽ എനിക്ക് ഐ ക്യാൻ ഡു ദാറ്റ്, റൈറ്റ്? ഐ ക്യാൻ ഡു ദാറ്റ്. ഇപ്പോൾ എനിക്ക് റെക്ടാങ്കിൾ ആക്കണമെങ്കിൽ ഐ ക്യാൻ സ്ട്രെച്ച് ഇറ്റ് ഓർ ഐ ക്യാൻ മേക്ക് ഇറ്റ് എസ് എ സ്ക്വയർ, വാട്ട് എവർ ഐ നീഡ് ഇറ്റ്. നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ ഹോം പേജാണ് എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് തിങ്, വേർ ഡസ് ദി യൂസർ ഗോ? നമ്മുടെ ഇഫ് ദി ഗോൾ ഈസ് ടു സബ്മിറ്റ് അസൈൻമെൻറ്റ്, അതൊന്ന് മൈൻഡിൽ വെക്കുക. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദി യൂസർ വിൽ ഗോ ടു എവിടെ? ഹോം പേജ് പോയി അസൈൻമെൻറ്റ് സെക്ഷൻ, അസൈൻമെൻറ്റ്സ്
assignments page. He or she will go to assignments page. അല്ലേ, റിമെമ്പർ നമ്മൾ പേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പ് യൂസ് ചെയ്യുന്നത്. സോ ആ ഷേപ്പ് നമ്മൾ യൂസ് ചെയ്തു. സോ എന്താ അസൈൻമെൻറ്റിൻ്റെ പേജ് പോവാണ്, അല്ലെങ്കിൽ സെക്ഷന് പോവാണ്, റൈറ്റ്. ദെൻ എന്തായിരിക്കും, അസൈൻമെൻറ്റിൻ്റെ പേജ് പോയി കഴിഞ്ഞാൽ ദർ വിൽ ബി ആൻ ആക്ഷൻ, അല്ലേ, റൈറ്റ്. അസൈൻമെൻറ്റിൻ്റെ പേജ് പോയല്ലോ. സോ ആക്ഷൻ വരുമ്പോൾ എനിക്കത് സ്വിച്ച് ചെയ്യണം. ഐ വിൽ ടേൺ ഇറ്റ് ഇൻ ടു എന്ത്, ദി സർക്കിൾ. നമ്മൾ സർക്കിളാണ് എന്തിനു വെച്ചിട്ടുള്ളത്, അസൈൻമെൻറ്റ്, ആക്ഷൻ വെച്ചിട്ടുള്ളത്, റൈറ്റ്. ഓക്കെ, സോ വി ആർ സെറ്റിംഗ് എന്ത്, ദി സർക്കിൾ ഫോർ ആക്ഷന് വേണ്ടിയിട്ട്. ഞാൻ റമദാൻ ഫാസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഹാങ് ഓവറിൽ റെക്കോർഡ് ചെയ്യാണ്. സോ ഐ മേ സ്റ്റംബിൾ അപ്പോൺ വേർഡ്സ്, പ്ലീസ് ബെയർ വിത്ത് മീ. സോ യാ, സർക്കിൾ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് ബേസിക്കലി ടു യുനോ മെൻഷൻ ആക്ഷൻ. സോ ഇവിടെ ഒരു ആക്ഷൻ വരാണ്, അസൈൻമെൻറ്റ് പേജ് പോയി ഇവിടെ ഒരു ആക്ഷൻ വരാണ്. സോ ദാറ്റ് ആക്ഷൻ ഈസ് ക്രിയേറ്റ് ന്യൂ അസൈൻമെൻറ്റ്, അല്ലേ, അസൈൻമെൻറ്റ്, അല്ലെങ്കിൽ സബ്മിറ്റ് ന്യൂ അസൈൻമെൻറ്റ്, okay, that is submit new assignment. Next thing can be can be an action. അത് ക്ലിക്ക് ചെയ്തു, can be an action user taking, that is in the writing, അല്ലെങ്കിൽ adding description, or we can say adding headline and subcopy, right. Adding headline and subcopy. So that's sort of an action, right. ഹെഡ്ലൈനും സബ് കോപ്പിയും റൈറ്റ് ചെയ്തു, എബൌട്ട് എന്താണ് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇഫ് യു ഗോ ബാക്ക് ആൻഡ് ലുക്ക് അറ്റ് ഹോം പേജ്, ദെൻ അസൈൻമെൻറ്റ്സിൽ പോയി, ദെൻ സബ്മിറ്റ് ഡു അസൈൻമെൻറ്റ് ആക്ഷൻ, ദെൻ ആഡിങ് ഹെഡ്ലൈൻ ആൻഡ് സബ് കോപ്പി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾ അങ്ങനത്തെ ഒരു യൂസറാണെങ്കിൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത്, റൈറ്റ്. അപ്പോൾ കുറച്ചുകൂടി ആയിട്ട്, സോ ആഡിങ് ഹെഡ്ലൈൻ ആൻഡ് സബ് കോപ്പി, ആ കാര്യം അവിടെ കഴിഞ്ഞു. ദെൻ I will show the use case of in the diamond, right. ഇവിടെ യൂസർക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ യൂസർക്ക് 2 ഓപ്ഷൻ ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം. സോ വിൽ യൂസ് ഇൻ ദി ഡയമണ്ട്. സോ ഐം ചേഞ്ചിങ് ഇൻ ടു ഡയമണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ലൈക്ക് if a user is getting an option, അസൈൻമെൻറ്റിൻ്റെ എന്താ ഹെഡ്ലൈൻ സബ് കോപ്പി ആണല്ലോ. അപ്പോൾ ഇഫ് ദി പ്രോഡക്റ്റ് ഹാസ് എ ഫീച്ചർ കോൾഡ് ലൈക്ക് have you it asking like a pop-up or something നിങ്ങളിത് റീചെക്ക് ചെയ്തിട്ടുണ്ടോ, ഓർ ഡു യു വാണ്ട് ടു പ്രൂഫ് റീഡ്. ഇഫ് ഇറ്റ് ഈസ് ആസ്കിങ് ഡു യു വാണ്ട് ടു പ്രൂഫ് റീഡ്, ഈ ഒരു പെർട്ടിക്കുലർ സംഭവം നിങ്ങൾക്ക് പ്രൂഫ് റീഡ് ചെയ്യണോ, ഹെഡ്ലൈനും സബ് കോപ്പിയൊക്കെ കറക്റ്റ് ആണോ എന്ന് പ്രൂഫ് റീഡ് ചെയ്യണോ വേണ്ടിയെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, സോ അതിന് നമുക്ക് 2 ഓപ്ഷൻ കൊടുക്കാൻ, യെസ് നോ. ഈ ഡിസിഷൻ പോയിന്റ് വരുമ്പം ദി ഈസിയസ്റ്റ് തിങ് വിച്ച് വി ക്യാൻ ഡു ഇസ് ദാറ്റ് ഡിസിഷൻ പോയിന്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, റൈറ്റ്. does the user want to എന്താണ് recheck headline and subcopy, റൈറ്റ്. ചെയ്യണോ വേണ്ടിയുള്ളത്, അതായത് ലൈക്ക് ഹെഡ്ലൈൻ സബ് കോപ്പിയും ആൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഹി ഓർ ഷി വാണ്ട്സ് ടു റീചെക്ക്, ആ ഒരു പോയിന്റിൽ എത്തിക്കണം. അപ്പോൾ ഡിസിഷൻ പോയിൻ്റാണ്, റൈറ്റ്. സോ അത് ചെയ്യുമ്പം ഇറ്റ്സ് ബേസിക്കലി വി നീഡ് ടു ബ്രാഞ്ച് 2 ഓപ്ഷൻസ്, റൈറ്റ്. ആ ഓപ്ഷൻ ബ്രാഞ്ച് ചെയ്യാൻ യു ഗൈസ് ക്യാൻ യൂസ് ആരോസ്, സം ആരോസ് ലൈക്ക് ദിസ്. ഇങ്ങനത്തെ ഒരു ആരോ യൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെ നമുക്ക് ടോപ്പിൽ യൂസ് ചെയ്യാം, റൈറ്റ്. ജസ്റ്റ് ബ്രാഞ്ച് ഇറ്റ് ഔട്ട്. Okay, wait a second. Pick it from here. Use an arrow like this. We need to branch things, right? Arrows ഒക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ you guys can use in creative ways. Doesn't have to be in the strict. Okay, I will use this type of arrow, not this. This is more comfortable. Okay, yeah. So what I'm going to do is that we have asked the question, right? Does the user want to recheck the headline and subcopy? അതൊരു പോപ്പ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. Imagine that. അപ്പോൾ logically we'll have like 2 options. We have yes
ആൻഡ് വി ഹാവ് നോ അല്ലേ, വി ഹാവ് നോ. നമുക്ക് എസ്സും ഉണ്ടാവും, നമുക്ക് നോവും ഉണ്ടാവും. ഓക്കെ, സോ ദി മെയിൻ ലോജിക് ഹിയർ ഈസ് ദാറ്റ് ഇഫ് യൂസർ സെലക്ട്സ് യെസ് അടുത്ത് എന്താ ഉണ്ടാവുക, ഇഫ് യൂസർ സെലക്ട്സ് നോ അടുത്ത് എന്താ ഉണ്ടാവുക എന്നുള്ളത്. റൈറ്റ്. അപ്പോൾ ദാറ്റ്സ് സിമ്പിൾ ലോജിക്കാണ്. ഇപ്പോൾ ലെറ്റ്സ് എ യൂസർ എന്താ, ഇഫ് എ യൂസർ ഈ സെലക്ടിങ് എന്താ നോ, എന്തായിരിക്കും വരിക? ഇറ്റ് പ്രൊസീഡ്സ് ടു എന്ത്, ലൈക്ക് എന്തിലേക്ക് പ്രൊസീഡ് ആവുക? is going to proceed to continue, right, the next step. If a user is selecting എന്ത് യെസ് ആണെങ്കിലോ, യെസ് ആണെങ്കിൽ ഇറ്റ് ഗോസ് ബാക്ക് ടു എന്ത് റീചെക്ക് അല്ലെങ്കിൽ ഒന്നുകൂടി പ്രൂഫ് റീഡ് ചെയ്യുന്ന പേജിലേക്ക് പോവാണ്, റൈറ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. സോ ദാറ്റ് വി ഹാവ് 2 ഓപ്ഷൻസ്. ഒരേ ഇതിന് നമുക്ക് 2 ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്, റൈറ്റ്. ബട്ട് ദി കീ പോയിന്റ് ഈസ് വി നീഡ് ടു മെൻഷൻ ഹിയർ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. So if a user is and the clicking yes goes back to and the content page to verify, goes back to content page to verify. So I like to എന്താണ് mention some things in text. ഇപ്പോൾ നമ്മൾ എല്ലാം ഷേപ്പായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഞാൻ അത് കംഫർട്ടബിളി ഫീൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഡിസ്റ്റൻസ് പോയിൻറ്റ്സ് ഒക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. യു ഗൈസ് ക്യാൻ യൂസ് ഷേപ്സ് അല്ലെങ്കിൽ റെക്ടാങ്കിൾസ് എന്ത് വേണം യൂസ് ചെയ്യാം. ആൻഡ് ഇത് മാത്രമല്ല റൈറ്റ് മെത്തേഡ് നമുക്ക് യൂസർ ഫ്ലോ ഷേപ്സ് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. കൈൻഡ് ഓഫ് ഏതൊക്കെ ഷേപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആരോസ് യൂസ് ചെയ്യാം. ദർ ആർ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് വേസ്. നിങ്ങൾക്ക് അതും കൂടി ലുക്കപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ബട്ട് ഐ പേഴ്സണലി ലൈക്ക് ടു ഇങ്ങനത്തെ നോട്ട്സൊക്കെ ഐ ലൈക്ക് ടു ഡു ഇറ്റ് വിത്ത് ടെക്സ്റ്റ്, റൈറ്റ്. അത് ചെയ്തിട്ടുണ്ട്. ദെൻ നോ പറയുമ്പം the user doesn't want to റീചെക്ക്, ഈസ് ഓൾ സെറ്റ് ആൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ goes to എന്താ നെക്സ്റ്റ് പേജ്. സോ വി ഹാവ് വാട്ട് ഹാപ്പൻസ് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, യെസ് ആണെങ്കിൽ നോ ആണെങ്കിലും എന്താ സംഭവിക്കുന്നത് പറഞ്ഞിട്ട്. സോ അതവിടെ മെൻഷൻ ചെയ്തു, റൈറ്റ്. സോ ഈ ഡിസിഷൻ പോയിന്റ് നമ്മൾ മെയിൻലി ചെയ്യണത് ഇറ്റ് ഈസ് ടു മേക്ക് ഷുവർ ഓക്കെ ഒരു യൂസർക്ക് മെയിൻലി ഡിസിഷൻ എടുക്കേണ്ട സ്ഥലത്ത് വി ആർ മാപ്പിംഗ് ഔട്ട് തിങ്സ്. നമ്മൾ 2 ഓപ്ഷനും പ്രോപ്പർലി നമുക്കറിയാം എന്താ അവിടെ യൂസർക്ക് പോകാന്നുള്ളത്, അതറിയാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്. സോ അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഡിസിഷൻ ഈസ് മെയ്ഡ്. ബട്ട് എയ്തർ ഇഫ് യു ഗൈസ് ചെക്ക് ലൂപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് തന്നെ വരാം. ഇപ്പം യൂസർ യെസ് അടിച്ചു, ബാക്ക് പോയി വെരിഫൈ ചെയ്തു, ദെൻ പിന്നെയും നേരെ എന്തിലേക്ക് വരാം, അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ് വരാം ആഫ്റ്റർ, റൈറ്റ്. ഇപ്പം നോ ആണെങ്കിലും ഇറ്റ് ഗോസ് ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ എന്താ യൂസർ അവിടെ എന്ത് ചെയ്തു, ഹെഡ്ലൈനും സബ് കോപ്പി അവിടെ എൻ്റർ ചെയ്തു. ഇഫ് യു ഓർ ഷി വാണ്ട് ടു വെരിഫൈ ചെയ്തു. ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഡൺ ആണെങ്കിൽ ലെറ്റ്സ് നോട്ട് ഡു ഇറ്റ്, അടുത്തതിലേക്ക് പോയി. സോ അടുത്തത് എന്തായിരിക്കും? ഇറ്റ് ക്യാൻ ബി എ പേജ് ഓർ ഡൂയിങ് ആൻ ആക്ഷൻ. I will say it can be an action, right? I'm going to keep it action and I'm going to write something like എന്തായിരിക്കും, uploading materials, assignment materials, uploading assignment materials upload ചെയ്യുള്ളൂ, simple as that, right? Then I'm going to write a page, അതായത് I'm going to write in the summary page. Let's visualize the flow. Okay, home page assignments സബ്മിറ്റ് ചെയ്യുന്നു, ആക്ഷൻ എടുക്കുന്നു, ആഡിങ് ഹെഡ്ലൈൻ സബ് കോപ്പി ആക്ഷൻ എടുക്കുന്നു, അവിടെ ഒരു ഡിസിഷൻ പോയിന്റ് വരുന്നു, പ്രൂഫ് റീഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സാമ്പിൾ, റൈറ്റ്? ഒരു സോർട്ട് ഓഫ് ആക്ഷൻ്റെ എക്സാമ്പിളാണ്, ഡിസിഷൻ പോയിൻറ്റിൻ്റെ എക്സാമ്പിളാണ് ആക്ഷൻ്റെ. അത് ചെയ്തു. എസ് എന്താണ്, എസ് ആണെങ്കിൽ ഇങ്ങോട്ടൊക്കെ പോവുക, നോ ആണ് ഇങ്ങോട്ടൊക്കെ പോകുക, വി ക്ലിയർലി documented. And the next step is uploading assignment materials, that is an action. And then summary page. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു ഒരു സമ്മറി പേജാണ് വിചാരിച്ചു. അതായത് എന്താണ് ഹെഡ്ലൈൻ, എന്താണ് സബ് കോപ്പി എന്ന് പറയുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്തെന്ന് പറയുന്നത് സമ്മറി പേജാണ്. സോ സമ്മറി പേജ് കഴിഞ്ഞതിന് ശേഷം ഒബിയസ്ലി എന്തായിരിക്കും, ഇനിയിപ്പോൾ ആക്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണല്ലോ. സോ ഐം ഗോയിങ് ടു കീപ്പ് ഇറ്റ് ആസ് ആക്ഷൻ. ആക്ഷൻ എന്തായിരിക്കും? സബ്മിറ്റ്, റൈറ്റ്? സബ്മിറ്റ് ചെയ്യാനുള്ളൊരു സ്റ്റേജാണല്ലോ അവിടെ വരുന്നത്, റൈറ്റ്? ബേസിക്കലി സമ്മറി പേജ് കഴിഞ്ഞാൽ എന്തായാലും യൂസർക്ക് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, റൈറ്റ്? ബട്ട് വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ഈ സബ്മിറ്റ് ചെയ്യാന്ന് പറയുന്ന അവിടെ ദർ ക്യാൻ ബി എ ഡിസിഷൻ പോയിന്റ്, റൈറ്റ്?
അവിടെ എന്തെങ്കിലും ഡിസിഷൻ പോയിൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് ലൈക്ക് ഈ ഡിസിഷൻ പോയിൻ്റ് മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു സിറ്റ് ആൻഡ് പിന്നെയും ബാക്ക് ആൻഡ് ബാക്ക് ഫോർത്ത് വന്നിട്ട് ഓക്കെ ഇത് കറക്റ്റാണോ, ഇത് ലോജിക്കലി കറക്റ്റാണോ, അവിടെ യൂസർക്ക് ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഈ ഡിസിഷൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഡിസിഷൻ പോയിൻറ്റ്സ് കൊടുക്കണം, റൈറ്റ്? അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ ഉണ്ടോ, ആ കാര്യങ്ങൾ നമുക്ക് മാപ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുന്ന് ഇങ്ങനെ എന്ത് ചെയ്യണം, ആലോചിച്ചിട്ട് ചെയ്യണം, റൈറ്റ്? ഒറ്റയടിക്ക് നോക്കിയാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല. യാ, സോ ദർ ക്യാൻ ബി എൻ ആക്ഷൻ, റൈറ്റ്? സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വെൻ യൂസർ ഈസ് ഡൂയിങ് ദാറ്റ് ആക്ഷൻ ദർ ക്യാൻ ബി എന്ത് ഒരു ഡിസിഷൻ പോയിൻ്റ്. ഓക്കെ, ലോജിക്കലി എന്ത് ഡിസിഷൻ പോയിൻ്റ് എനിക്ക് വരിക? ഇപ്പോൾ ഇത്രയും ചെയ്തു. അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള ഡാറ്റാസ് ആണല്ലോ, റൈറ്റ്? പ്രോപ്പർ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യില്ല, ചിലപ്പം ഗ്രേഡ്സ് ഒക്കെ കുറഞ്ഞാലോ. അപ്പോൾ അഗൈൻ ഡിസിഷൻ പോയിൻ്റ് വരുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും. സോ ദി ക്വസ്റ്റ്യൻ ക്യാൻ ബി സംതിങ് ലൈക്ക് എന്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ബേസിക്കലി ദി ഫ്ലോ വിൽ ബി എന്ത് ഇറ്റ്സ് സംതിങ് ടു ലൈക്ക് സ്കെഡ്യൂൾ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡസൻ ഹാവ് ടു ബി നെസസറിലി എന്ത് റീചെക്ക് ചെയ്യണത്. എ യൂസ്ഫുൾ തിങ് വിൽ ബി എന്ത് ഫോർ എക്സാമ്പിൾ സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നേരത്തെ എന്താ ലൈക്ക് നേരത്തെ അസൈൻമെൻറ്റ് ചെയ്തൊരു ആളാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ഡിസിഷൻ പോയിൻറ്റ്, റൈറ്റ്? ഇറ്റ് ക്യാൻ ആക്ട് ലൈക്ക് എ ഡിസിഷൻ പോയിൻറ്റ്. സോ ഐ ക്യാൻ ഡു എ ക്വസ്റ്റ്യൻ ലൈക്ക് എന്ത് ഡസ് ദി യൂസർ wants to schedule the submission. അതായത് ഇപ്പോഴല്ല എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്, സംതിങ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? സബ്മിഷൻ അങ്ങനത്തെ സിറ്റുവേഷൻ വരാമല്ലോ. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലെറ്റ്സ് യൂസ് എന്ത് ഈ പറയുന്ന ആരോസ് ഫോർ എന്താ യെസ് ആൻഡ് നോ ലോജിക്. ഓക്കെ, so if it is yes, just wait, let me map out no as well. If it is yes, goes to scheduling section where they can schedule, or if it is no, it goes to submit, or we can write in the action goes to submit now. Okay, so that is done, right? A decision point നമ്മൾ മാപ്പ് ഔട്ട് ചെയ്യും. ആൻഡ് ദി നെക്സ്റ്റ് തിങ് വിൽ ബി ഇത് ഏതർ ആണെങ്കിൽ സബ്മിറ്റ് ആവുക. ഒന്ന് നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു, മറ്റേത് അഗൈൻ വി ആർ സബ്മിറ്റിങ്. സോ ഇറ്റ് ഗോസ് ബാക്ക് ടു എന്ത് എവിടെയാണ് എത്തേണ്ടത് അവിടെ തന്നെ, റൈറ്റ്? പക്ഷേ ഡിഫറെൻറ്റ് ഡിസിഷനിലൂടെ കടന്നു പോകുന്നത് മാത്രം. സോ നെക്സ്റ്റ് തിങ് വിൽ ബി എന്ത് ദിസ് വിൽ ബി ആൻ എക്സിറ്റ് പോയിൻറ്റ്. അപ്പോൾ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് എക്സിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു സക്സസ് പോയിൻറ്റ്, റൈറ്റ്? അതും എൻട്രി പോയിൻ്റ് നമുക്ക് ഓവലിൽ കൊടുക്കാം, റൈറ്റ്? സ്കാൻ ബി എന്ത് ചൂസ് ആൻ ഓവൽ ആൻഡ് റൈറ്റ് എന്ത് സബ്മിറ്റ്, റൈറ്റ്? സോ കലാസ് അവിടെ ഒരു ഫ്ലോ അവിടെ എന്തായി സെറ്റായി. സോ ഹോം പേജ് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ന്യൂ അസൈൻമെൻറ്റ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഇടുന്നു, ചെക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. വി ആർ മാപ്പിംഗ് ഈച്ച് ലൈക്ക് ഈച്ച് ഡിസിഷൻ എടുത്ത് എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ അപ്ലോഡിങ് അസൈൻമെൻറ്റ് മെറ്റീരിയൽസ്. ദെൻ സമ്മറി പേജ് വരുന്നു, സമ്മറി പേജിലേക്ക് പോകുന്നു, അവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ അഗെയിൻ അവിടെ ഡിസിഷൻ പോയിൻ്റ് വരുന്നു, റൈറ്റ്? ഡിസിഷൻ പോയിൻ്റ് വരുന്നു. ദെൻ എന്താണ് ഫൈനലി ഹി ഓർ ഷീ ഈസ് സബ്മിറ്റിംഗ്. സോ ഇമാജിൻ നമുക്ക് ഇവിടെ നമ്മൾ ഡിസിഷൻ പോയിൻറ്റ്സ് കൊടുത്തില്ല, ഓർ ദർ ആർ സം ലൂസ് കണക്ഷൻസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദർ ഈസ് ലോജിക്കൽ കണക്ഷൻ. ഇപ്പോൾ ലോജിക്കൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്സും സീക്വൻഷ്യലി കണക്റ്റഡ് ആണ്, അല്ലേ? ഇപ്പോൾ ഹോം പേജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇമാജിൻ അസൈൻമെൻറ്റ്സ് കഴിഞ്ഞിട്ട് നേരെ എന്തായിരിക്കും ഇഫ് ഈ ഷോ
മെറ്റീരിയൽസ് കാണിക്കാൻ പറഞ്ഞാലോ, അത് റൈറ്റ് മെത്തേഡ്, ബട്ട് അതൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ലൈക്ക് കൈൻഡ് ഓഫ് ഫ്ലോ അല്ലേ. ഇറ്റ് ഷുഡ് ബി ഓക്കെ. പുതിയ എന്താ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, ഹെഡ്ലൈനും അങ്ങനത്തെ ഡാറ്റാസൊക്കെ ചെയ്യുന്നു, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റണം. സോ ലോജിക്കലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ലൈക്ക് ഇങ്ങനെ നമ്മൾ യൂസർ ഫ്ലോ മാപ്പ് ഔട്ട് ചെയ്യുമ്പോൾ, റൈറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ യൂസർ ഫ്ലോ മാപ്പ് ഔട്ട് ചെയ്യേണ്ടത്, നോട്ട് ജസ്റ്റ് റാൻഡംലി മാപ്പിംഗ് ഔട്ട് തിങ്സ്. വൺ ഓഫ് ദി കീ തിങ്സ് മെനി പീപ്പിൾ ഞാൻ ചെക്ക് ചെയ്ത് മിസ് ചെയ്തിട്ടുള്ളത്, അവർ എന്ത് ചെയ്യാറുണ്ട്, ലൈക്ക് ഈ ഡിസിഷൻ പോയിൻറ്റ്സ് എപ്പോഴും എന്താ ലൈക്ക് കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്. കാരണം മേ ബി ആ ഡ്രോപ്പിങ്സ് വരെ ആ ഒരു ഡിസിഷൻ പോയിൻറ്റിലായിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെയും കഴിഞ്ഞിട്ടില്ല. ആഫ്റ്റർ സെറ്റിംഗ് യൂസർ ഫ്ലോ വി നീഡ് ടു മേക്ക് ഷുവർ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് നമ്മളിത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ഇനീഷ്യലി പറഞ്ഞു ടു ഡു സം തിങ്സ്, റൈറ്റ്, ടു മേക്ക് ഷുവർ സം തിങ്സ് ആർ ഓൺ പ്ലേസ്. സോ ഒന്നെന്താ, അതിലൊരു കാര്യമാണ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ UX ഗ്യാപ്സ് ഏർലി. അപ്പോൾ അങ്ങനത്തെ ഗ്യാപ്സ് ഉണ്ടോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ഒരു ഓഡിറ്റ് നടത്താൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൗണ്ടൊക്കെ പോയി, സോ നോ പ്രോബ്ലം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദിസ് ആഫ്റ്റർ സെറ്റിംഗ് യൂസർ ഫ്ലോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, റൈറ്റ്. Again, the reason why I said to keep watching the video till the end is that we first thing is that we need to set user flow. Second thing is that after setting user flow we need to find gaps. We need to find gaps in it. Okay, that's one another thing. Why we need to find gaps? Because നമ്മൾ initially user flow set ചെയ്ത് കഴിഞ്ഞാൽ it might not be super refined, or there will be some areas unnecessary steps ഉണ്ടാവും, അല്ലെങ്കിൽ യൂസർ കൺഫ്യൂസ് ആവുന്ന ഏരിയാസ് ഉണ്ടാവും, വാലിഡേഷൻ മിസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടാവും, ഇങ്ങനത്തെ ഏരിയാസ് ഒക്കെ ഉണ്ടാവും. സോ നമ്മൾ ആ ഒരു രീതി അനലൈസ് ചെയ്യുമ്പോഴാണ് വി ഫൈൻഡ് യൂസർ എക്സ്പീരിയൻസ് ഗ്യാപ്സ്. ആൻഡ് അഗൈൻ ഞാൻ ആദ്യം പറഞ്ഞു, വൺ ഓഫ് ദി ഗോൾ why we do user flow is that to map out user flow and to find ഏതെങ്കിലും ചേഞ്ചസ് വരുത്തണോ, do we need to make it better for the user, ഇതിന് വേണ്ടിയിട്ടാണ്. സോ I'm going to do it. സോ ഇതിൽ മിസ്റ്റേക്സ് ഉണ്ട്, ബിക്കോസ് എന്താ I wanted to teach മിസ്റ്റേക്സ് വെച്ചിട്ട് ജസ്റ്റ് യൂസർ ഫ്ലോ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, റൈറ്റ്. അപ്പോൾ ലെറ്റ്സ് അനലൈസ് എന്താണ് ഗ്യാപ്പ്, കാര്യങ്ങളൊക്കെ എവിടെയാണുള്ളത്. സോ ഹോം പേജ് അസൈൻമെൻറ്റ്സ്, സബ് വിൻഡോ അസൈൻമെൻറ്റ്, adding headline and subcopy. Then here we have a decision diamond which asks does the user want to recheck the headline and subcopy. So this can be a gap. Okay, so this can be a gap under in the unnecessary steps. Can be a gap under unnecessary, what's the spelling of unnecessary? Unnecessary steps. Unnecessary step. Why? Because if you really think ഒരു യൂസർ ലൈക്ക് ഫോം സബ്മിറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഹെഡ്ലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് default ആയിട്ടുള്ള കാര്യം to edit and if you want to delete it or go back, right? So if you are adding this, that creates ഒരു കോൺഫിഡൻസ്, യൂസറുടെ കോൺഫിഡൻസ് കുറവ് ബിൽഡ് ചെയ്ത രീതിയിലാവും. ആ ഒരു കൈൻഡ് ഓഫ് ഓക്കെ ഒരു അഗെയിൻ ഭയങ്കര ഓവർവെൽമിങ് ആവും, ബിക്കോസ് ദേ ആർ ഓൾറെഡി ഡൂയിങ് ഇറ്റ്, റൈറ്റ്, ബിക്കോസ് ദേ ഹാവ് അവിടെ ഓൾറെഡി ചെയ്യാൻ പറ്റും അത് ചെയ്യുമ്പോൾ തന്നെ. സോ ഇറ്റ്സ് ലൈക്ക് an unnecessary step. So we need to cut out this. So we found one gap in the unnecessary step. So I'll just document it down over here. Users already can edit the contents if they wanted to while doing adding an extra question after doing it will make them confused and less confident. You guys can write it down like നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ or the team can understand. Less confident. So we found an imposter, right? കണ്ടുപിടിച്ചു.
Then let's say where അടുത്തേക്ക് നോക്കാം. Uploading assignments materials, summary page, submit. Does the user want to schedule the submission? So I'll give a few seconds for you guys to find എന്താണെന്നുള്ളത്, ഇതിലേതാണ് യുനോ ലൈക്ക് ഒരു ഗ്യാപ്പായിട്ട് ഉള്ളതെന്നുള്ളത്. Okay, so if you see we have a submit button. So summary page കഴിഞ്ഞു, then നേരെ submit, then again we are asking about the submitting. So user will be thinking okay ഞാൻ already submit click ചെയ്തല്ലോ, പിന്നെ why they are asking, right? So we have like in the submit button here, right? The submit page or the submit decision thing, submit ചെയ്യാൻ ഒരു decision എടുക്കുന്നു through that particular button. അപ്പം that's like an unnecessary thing because it's getting duplicated. Because ഇവിടെ സമ്മറി ഉണ്ട്, സബ്മിറ്റ് ഉണ്ട്, ആൻഡ് അഗെയിൻ ഇവിടെ എന്തുണ്ട്, വി ഹാവ് we are again asking about submission. So user will be thinking okay ഞാൻ അത് സബ്മിറ്റ് ചെയ്തു, then again asking about submission case. So that's like again it's confusing for the user, right? So it will make confusion for the user. So we found another gap which is let's call it solely in the confusion gap. Confusion gap. It's called confusion gap. So I will wrote something like the submit case is getting repeated, which is creating confusion or less clarity, like user have already went through submission and still asking again for the submission case. So we found that gap as well. So this is how we can find gaps, right? We need to analyze, we need to ask questions. Is this unnecessary? Will this make user confused and stuff like that? So ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഗ്യാപ്സ് കണ്ടുപിടിക്കുക. ദിസ് ഇസ് എ മേജർ സ്റ്റെപ്പ്, റൈറ്റ്? നമ്മൾ യൂസർ ഫ്ലോ സെറ്റ് ചെയ്തിട്ട് നേരെ ഓക്കെ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് പോവല്ലേ ചെയ്യേണ്ടത്. വി നീഡ് ടു ഫൈൻഡ് ഗ്യാപ്സ് ആസ് വെൽ.